പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. തളർച്ച മാറി ഉന്മേഷവതികളായി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കമൊക്കെ ലഭിച്ചേ പറ്റുള്ളൂ. സങ്കീർത്തനം 121:4 ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ പരിപാലൻ മയങ്ങിയില്ല, ഉറങ്ങിയുമില്ല. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, രാത്രിയും പകലും യേശു കർത്താവ് നമുക്ക് കാവൽ നിൽപ്പുണ്ട്. നമ്മളെ സൃഷ്ടിച്ചവൻ ഉണർന്നിരുന്ന് നമ്മളെ സൂക്ഷിക്കുന്നു. സ്ലീപ്പ് ഈസ് എ വേ ടു റിയലൈസ് അവർ ഗ്ലോറിയസ് ലിമിറ്റേഷൻസ് ആസ് വി സറണ്ടർ ടു ദ പോസ്ചർ ഓഫ് സ്ലീപ്പ്. ഉറക്കം ഒരു അനുഗ്രഹമാണ്. സങ്കീർത്തനം 127:2, സാം 127:2. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നു, നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഗോഡ് ഗീവ്സ് ബ്ലെസ്സിങ്സ് ടു ഹിസ് ബിലവഡ് ഈവൻ ഇൻ എ സ്ലീപ്പ്. നമ്മുടെ ബ്ലഡ് വെസൽസിലുള്ള സകലതും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും ഒക്കെ ഒരു റിപ്പയറിനും റെസ്റ്റോറേഷനും വേണ്ടി സ്ലീപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ബ്രെയിൻ ചേഞ്ചസ് ഇറ്റ്സ് ഫങ്ഷൻ വെൻ എ സ്ലീപ്പ്. ബ്രെയിൻ തൻ്റെ പ്രവർത്തനം ചേഞ്ച് ചെയ്യും. കിഡ്നി വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്തൊക്കെ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ അവയവങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ ബ്രെയിന് അതേസമയം ഇൻഫർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. പഠിക്കുന്നതിനൊക്കെ ഇറ്റ് ഗീവ്സ് സ്പേസ്. ദൈവം നമ്മുടെ ബോഡിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഉറങ്ങുമ്പോൾ അത് എല്ലാ സംഗതികളെയും റെസ്റ്റോർ ചെയ്തെടുത്ത് നോർമലാക്കി മുന്നോട്ട് കൊണ്ടുവരാനായിട്ടാണ്. വാട്ട് ആൻ ഇൻക്രെഡിബിൾ ബ്ലെസ്സിങ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ സ്ലീപ്പിനെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് അഗ്രി ചെയ്യത്തില്ലെന്ന് എനിക്ക് തന്നെ അങ്ങ് തോന്നുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം മിക്കവാറും ഇടയ്ക്കൊക്കെ ആൻറ്റി ഉറങ്ങിയില്ലേ, ഇപ്പോഴാണോ മെസ്സേജ് അയക്കുന്നത്, ഏതെങ്കിലും രാജ്യത്തിലുണ്ടെന്നിരിക്കുവാണെങ്കിൽ നിങ്ങൾ ചോദിക്കും. പ്രത്യേകിച്ച് എൻ്റെ സിഡ്നിയിലെ മോള്, അവിടെ നല്ല രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇവിടെ 10:00 മെസ്സേജ് അയക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക. വർക്ക് ലോഡൊക്കെ കുറച്ച് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുക. മക്കളെ, നമ്മൾ നമ്മുടെ ബെഡിലേക്ക് കയറുമ്പോൾ ഓർക്കണേ, ഈ സന്ധ്യയും ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇതുവരെ എത്തിയത്. നമ്മളെ അവൻ വാച്ച് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ദൈവത്തോട് നന്ദി പറ. ഗിഫ്റ്റ് ഓഫ് സ്ലീപ്പ് നമുക്ക് തന്നിട്ട്, സകലതും അവൻ്റെ പാദപീഠത്തിൽ സറണ്ടർ ചെയ്തിട്ട് ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ സൂക്ഷിക്കുന്നതിൻ്റെ മുമ്പിൽ നമുക്ക് റെസ്റ്റ് ചെയ്യുവാൻ്റെ ഗുണം ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മെ പരിപാലിക്കും. പഠിതാക്കൾ പറയുന്നത്, ഒരു ദിവസം 60,000 ചിന്ത ഒരു മനസ്സിൽ കൂടെ പോകുന്ന, അതിൽ 85% നെഗറ്റീവ് ആയിരിക്കും, 98% റെപ്പറ്റേറ്റീവ് ആയിരിക്കും. അത് ചിന്തിച്ച് തന്നെ വീണ്ടും ചിന്തിക്കുന്നതായിരിക്കും. ഈ ഫാക്റ്റ് നിങ്ങൾ അറിയുമ്പോൾ, ഞാൻ അറിയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇറ്റ് സൗണ്ട്സ് എക്സോസ്റ്റിംഗ് അല്ലേ? എന്നാൽ റിയാലിറ്റി എന്നാന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഈ ടോക്സിക്കായിട്ടുള്ള തിങ്കിങ്ങിന് അതങ്ങനെ അയവിറക്കാൻ മിടുക്കരാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മെൻ്റൽ ആൻഡ് ഇമോഷണൽ എക്സോഷൻ ഉണ്ടായിരിക്കും. കൂടാതെ ഒരു ലോങ് വർക്ക്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, അല്ലെ സ്റ്റഡി അവേഴ്സ്, അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ചില റെസ്പോൺസിബിലിറ്റീസ്
ഒക്കെ വരുമ്പോൾ നമ്മുടെ മാനസിക എനർജിയുടെ ആ എനർജി മുഴുവൻ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളങ്ങ് ഡിവോട്ട് ചെയ്യുക മണിക്കൂറുകൾ. അപ്പോൾ എന്താ പറ്റുന്നത്? പ്രൊലോങ്ഡ് സ്ട്രെസ്സും അൺസർട്ടനിറ്റിയും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. പിന്നെ ക്ഷീണം വന്നില്ലെങ്കിൽ അത് ചെയ്യിക്കാനുണ്ടോ? ക്ഷീണം എന്ന് പറയുന്നത്, വെയർനെസ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിലായിരിക്കും. എന്നാൽ മെൻ്റൽ ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാത്തവരും പഠിക്കാത്തവർക്കും കുറേ നാൾ കഴിയുമ്പോൾ അവർ ബേൺ ഔട്ടാകും. ഒത്തിരി എക്സോസ്റ്റഡും ഇമോഷണലി അങ്ങ് ഡ്രെയിൻഡായിട്ട് പോകുന്ന അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അതുമൂലം ഉണ്ടാകുന്ന ബേൺ ഔട്ട് നമ്മുടെ ജോലിയിലുള്ള കൺസിസ്റ്റൻ്റായിട്ടുള്ള സ്ട്രെസ്സ് മൂലം, ഫാമിലിയിലുള്ള സ്ട്രെസ്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലുള്ള സ്ട്രെസ്സ് അതുമൂലമൊക്കെയാണ് വരുന്നത്. ഞാനൊരു ഭാഗം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് രൂത്ത് ഹെയ്ലെ ബാർട്ടൺ എന്ന് പറയുന്ന സഹോദരി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, സ്ട്രെങ്തനിങ് ദ സോൾ ഓഫ് യുവർ ലീഡർഷിപ്പ് എന്ന ആ ബുക്കിൻ്റെ പേര്. അതിനകത്ത് നമ്മുടെ സോള്, നമ്മുടെ അകത്തെ മനുഷ്യൻ എന്നല്ലേ പറഞ്ഞു, ക്ഷീണിച്ചു പോകുന്നതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മളെല്ലാം സോളിറ്റ്യൂഡിൽ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും തന്നെത്താൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ആ ഒരു ആപ്പിറ്റൈറ്റ് വ്യക്തികളുടെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ അത് നമ്മുടെ ഈഗോയാണ്, നമ്മുടെ ഫോൾസ് സെൽഫാണ്. അതെപ്പോഴും വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയാമോ? നമ്മളെന്തെങ്കിലുമൊക്കെ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ചിന്തിച്ച് പ്രൗഡായിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടാതെ ആങ്സൈറ്റിക്ക് ഇരയായി തീർന്നിട്ട് പുറമേ നിൻ്റെ ജീവിതം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അഭിനയിച്ചുകൊണ്ടുള്ളൊരു ജീവിതം കാണിക്കുകയും തീർച്ചയായിട്ടും അത് ക്ഷീണത്തിലേക്ക് നടത്തുകയും ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്നതിനൊക്കെ നാം മൂല്യം കണ്ടെത്തണം. നമ്മൾ നല്ല അറിവ് സമ്പാദിക്കണം. ഈവിളിനകത്ത്, ദുഷ്ടതയ്ക്കകത്ത് വീഴാതെ നാം തന്നെ നമ്മെ സൂക്ഷിക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ആദാമിനെയും ഹവ്വായെയും തോട്ടത്തിലാക്കി. പക്ഷേ പിശാച് അവിടെ വന്ന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുരുക്കിനകത്താക്കി അവരെ വീഴിച്ചു. അല്ലേ? കുഞ്ഞെ, നീ ക്ഷീണിക്കുമ്പോൾ, നീ ചുമക്കുന്ന ഭാരം കൂടുമ്പോൾ ദൈവം ഒരു പ്രോമിസ് നിനക്ക് തരുന്നുണ്ട്. എന്തുവാ? യു റെസ്റ്റ്. ഈ റെസ്റ്റ് എന്നുള്ളതിൻ്റെ റൂട്ട് മീനിങ് എന്നാണെന്നറിയാവോ? നീ നിൻ്റെ അനക്കം ഒന്ന് കുറയ്ക്കാൻ, സീസ് മോഷൻ, അനക്കം ഒന്ന് കുറയ്ക്കുക, ഒന്നും ചെയ്യാതെ ഒന്ന് ഇരിക്കുക, കാമായിട്ടൊന്ന് ഇരിക്കുക, ഒരു പേഷ്യൻ്റ് പ്രതീക്ഷയോടെ, ഒരു പേഷ്യൻ്റ് എക്സ്പെക്റ്റേഷനോടുകൂടി നീ ഒന്നിരിക്കുക. മനസ്സിൻ്റെ ക്ഷീണം പെട്ടെന്ന് പോവും. എപ്പോഴാണെന്നറിയാവോ? നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ കർത്തൃത്വം ഏൽപ്പിച്ചാൽ അവൻ കാര്യങ്ങൾ നടത്തി തരുമ്പോൾ എല്ലാം ഭംഗിയെ നടത്തി തരും എന്നുള്ളൊരു വലിയ കോൺഫിഡൻസ്, വിശ്വാസം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ക്വയറ്റായിട്ട്, പേഷ്യൻ്റായിട്ട്,
പ്രതീക്ഷയോടെ ഇരിക്കാൻ കുഞ്ഞെ നിനക്ക് പറ്റത്തുള്ളൂ. എല്ലാ ടെൻഷനും നിനക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിനൊന്ന് ഹാൻഡ് ഓവർ ചെയ്യാമോ? ദൈവത്തിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം തീർച്ചയായിട്ടും അത് നിനക്ക് വേണ്ടി സോൾവ് ചെയ്ത് തരിക തന്നെ ചെയ്യും. വറിയടിക്കരുതേ, അതിന് പകരം പ്രാർത്ഥിക്കുക. നിന്നെ സൃഷ്ടിച്ചവൻ നിൻ്റെ കാര്യങ്ങളെ നോക്കും. നിൻ്റെ ഏറ്റവും വലിയ ഭയം അവനെ ഏൽപ്പിക്കുക. നിൻ്റെ ജീവിതം നീ ഒറ്റയ്ക്ക് നയിക്കണ്ട. യേശു കർത്താവ് നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ നയിക്കും. അത് നിൻ്റെ ജീവിതത്തിലെ വിജയത്തിന് കാരണമായി തീരുകയും ചെയ്യും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വെയർനെസ് ഞങ്ങളിൽ നിന്ന് മാറ്റി തരണമേ. എക്സോഷൻ ഞങ്ങളിൽ നിന്ന് മാറ്റി തരണമേ. നല്ല ഉറക്കം തരണേ. സമാധാനത്തോടെ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നു വീഴുന്നു എന്ന് സംഗീതക്കാരനോട് ചേർന്ന് പറവാൻ തക്കണം. ഓരോ ദിവസവും നീ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.